പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇനി കല്യാണം വച്ച് താമസിപ്പിക്കേണ്ടല്ലോ. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇതങ്ങ് നടത്താം. വിജയൻ എന്തു പറയുന്നു? ഞങ്ങൾക്കും സമ്മതമാണ്. എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു കിട്ടിയാൽ അത്രയും നല്ലത്. അവൾക്ക് താഴെ ഒരെണ്ണം കൂടി കെട്ടിപ്രായം തികഞ്ഞു വരുന്നുണ്ട്. പയ്യന്റെ അമ്മാവന്റെ വാക്കുകൾ അച്ഛൻ സമ്മതം പറയുന്നത് കണ്ട് ഹൃദയഭാരത്തോടെ വേണി മുറിയിലേക്ക് പോയി. പുറത്ത് കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. വേണി തളർച്ചയോടെ കട്ടിൽ കിടന്നു. കൂലിപ്പണിക്കാരനായ വിജയന്റെ മൂത്ത മകളാണ് വേണി. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. അനിയത്തി സിമി +2 പഠിക്കുന്നു. അമ്മ രമയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഡിഗ്രി എക്സാം കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുമ്പോഴാണ് ഗൾഫിൽ ജോലിയുള്ള വിനയന്റെ ആലോചന ബ്രോക്കർ വഴി അവൾക്കായി കൊണ്ടുവരുന്നത്. വേണിയെ പെണ്ണ് കാണാൻ വന്നതും കണ്ട് ഇഷ്ടപ്പെട്ടു പോയതുമൊക്കെ അവന്റെ വീട്ടുകാരാണ്. വിനയൻ വീഡിയോ കോൾ വിളിച്ചാണ് പെണ്ണ് കണ്ടത്. ഉടനെ ഒരു കല്യാണത്തിന് വേണിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ അവൾക്കതിന് സമ്മതിക്കേണ്ടി വന്നു. വിനയനെ നേരിട്ടൊന്ന് കാണുകയോ ആളുടെ സ്വഭാവം എങ്ങനെയാന്ന് അറിയാത്തത് കൊണ്ട് വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പെണ്ണ് കണ്ട് വാക്കുറപ്പിച്ച് കല്യാണത്തിന് ഡേറ്റും ഫിക്സ് ചെയ്തിട്ടാണ് പയ്യന്റെ വീട്ടുകാർ തിരിച്ചുപോയത്. 3 മാസം കഴിഞ്ഞാൽ അവരുടെ കല്യാണമാണ്. വിവാഹത്തിന് 4 ദിവസം മുൻപാണ് വിനയൻ ഗൾഫിൽ നിന്നും 2 മാസത്തെ ലീവിന് വരുന്നത്. ജോലിയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോഴും വൈകിട്ട് റൂമിൽ വന്നു കഴിഞ്ഞാലും അവൻ വേണിയെ ഫോൺ വിളിച്ച് സംസാരിക്കും. ആദ്യമൊക്കെ അവനോട് സംസാരിക്കാൻ അവൾക്ക് നല്ല മടിയായിരുന്നു. 1-2 വാക്കിൽ ഓരോ കോളും അവസാനിച്ചിരുന്നു. സത്യത്തിൽ അവനോട് സംസാരിക്കാൻ അവൾക്ക് നല്ല പേടിയായിരുന്നു. നേരിട്ട് കാണാതെയാണ് എല്ലാവരും കല്യാണം ഉറപ്പിച്ചിരുന്നത്. ചെക്കന്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല സ്വഭാവമാണ് കിട്ടിയത് എങ്കിലും അതൊന്നും വേണിയെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. പരസ്പരം നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് തമ്മിൽ മനസ്സിലാക്കി സ്നേഹിച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അവളുടെ ആഗ്രഹം പോലെയൊന്നുമല്ല ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വേണി ഏറ്റവും പേടിച്ചത് ആദ്യ രാത്രി ഓർത്താണ്. കാരണം കുറച്ചുനാൾ മുൻപ് അവളുടെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ഹിമ എന്ന പെൺകുട്ടിയുടെ കല്യാണം ഒരു ഗൾഫുകാരനുമായി നടന്നിരുന്നു. മധുവിധു കഴിഞ്ഞ് തിരിച്ചെത്തി ഹിമയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഭർത്താവിന്റെ പേക്കൂത്തുകളെ കുറിച്ച് മാത്രമാണ്. ഹിമയുടെ ആദ്യ രാത്രി ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലിട്ടാണ് അവൾ മുറിയിലേക്ക് കടന്നു ചെന്നത്. പക്ഷെ അവളുടെ ഭർത്താവ് 20 വയസ്സ് പ്രായമുള്ള ചെറിയ പെണ്ണാണ് തന്റെ ഭാര്യ എന്ന ചിന്തയില്ലാതെയാണ് അവളെ കീഴ്പ്പെടുത്തിയത്. ആദ്യമായി ഒരു പെണ്ണിന്റെ ശരീരം സ്വന്തമായി കിട്ടിയപ്പോൾ സെക്സ് വീഡിയോകളിൽ കണ്ടുള്ള അറിവും കൂട്ടുകാർ പറഞ്ഞുള്ള രതിക്രീഡകളും അയാൾക്ക് ഹിമയ്ക്ക് മേൽ പരീക്ഷിക്കുകയായിരുന്നു. അവളുടെ ആഗ്രഹങ്ങളൊന്നും അയാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല. അവധി കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് വരെ ഓരോ പുതിയ ന്യൂഡ് വീഡിയോസ് കണ്ട് അതിലുള്ളവർ ചെയ്യുന്നത് പോലെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും തിരിച്ചു ചെയ്യിപ്പിക്കുകയുമായിരുന്നു ഹിമയുടെ ഭർത്താവിന്റെ വിനോദം. ലീവ് കഴിഞ്ഞപ്പോൾ അയാൾ പോയപ്പോൾ സത്യത്തിൽ ഹിമയ്ക്ക് സന്തോഷമായിരുന്നു. ഇനി 2 വർഷം കഴിഞ്ഞേ അയാൾ ലീവിന് വരൂ. അതുവരെ അവൾക്ക് സമാധാനിക്കാം. ഈ 2 വർഷത്തിനിടയിൽ ഭർത്താവിനെ പറഞ്ഞു മാറ്റിയെടുക്കാനാണ് അവളുടെ ശ്രമം. ഹിമയുടെ ഭർത്താവിനെ പോലെ ഒരാളാണ് വിനയനെങ്കിൽ തൻ്റെ കാര്യം കഷ്ടത്തിലാവുമെന്നോർത്ത് സങ്കടപ്പെടാനേ വേണിക്കായുള്ളൂ. ഈ ഭയം മനസ്സിലുള്ള അതുകൊണ്ട് തന്നെ വിനയനോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ അടുപ്പം കാണിക്കാനോ ഒന്നും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അവൻ അവളോട് മാക്സിമം അടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വേണി എപ്പോഴും ഒരു അന്യനോടെന്ന പോലെയാണ് വിനയനോട് സംസാരിച്ചിരുന്നത്. ഒടുവിൽ അവരുടെ വിവാഹ ദിവസം വന്നെത്തി. കല്യാണത്തിന് 4 ദിവസം മുൻപേ തന്നെ വിനയൻ നാട്ടിലെത്തിയിരുന്നു. അന്ന് തന്നെ അവളെ കാണാനായി വീട്ടിൽ വന്നെങ്കിലും വേണി അവനെ ഒന്ന് മുഖമുയർത്തി നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. ഒത്തിരി ആഗ്രഹിച്ച് അവളെ കാണാനെത്തിയ വിനയൻ വിഷമത്തോടെയാണ് മടങ്ങിയത്. ഈ വിവാഹത്തിൽ തനിക്കുള്ള അനിഷ്ടം മനസ്സിലാക്കി അവൻ പിന്മാറട്ടെ എന്ന് കരുതിയാണ് അങ്ങനെയൊക്കെ വേണി ചെയ്തത്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇരുവരുടെയും വിവാഹം നടക്കുക തന്നെ ചെയ്തു. കൂട്ടുകാരി ഹിമയുടെ അനുഭവം മനസ്സിലുള്ളത് കൊണ്ട് ആദ്യ രാത്രി ഭയന്ന് വിറച്ചാണ് വേണി മുറിയിലേക്ക് ചെന്നത്. വെളുത്ത മുണ്ടും ക്രീം കളർ ജുബയുമായിരുന്നു വിനയന്റെ വേഷം. ആ ഡ്രസ്സിൽ അവൻ വളരെ സുന്ദരനും സുമുഖനുമായി കാണപ്പെട്ടു. ആ നിമിഷമാണ് തന്നെ താലി കെട്ടിയവന്റെ മുഖം അവൾ കാണുന്നത്. ഇത്രയും സുന്ദരനായ പുരുഷനെയാണോ താൻ കല്യാണം കഴിച്ചതെന്നോർത്ത് വേണി അത്ഭുതപ്പെട്ടു. അവളെ നോക്കി പുഞ്ചിരി തൂകി ജനാലയിൽ ചാരി നിൽക്കുകയാണ് വിനയൻ. പാൽ ഗ്ലാസുമായി വേണി അകത്തേക്ക് കയറിയതും അവൻ നടന്നു ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയുമോ? എന്താ ചോദിച്ചോളൂ, വിക്കി അവൾ മറുപടി പറഞ്ഞു. വേണിക്ക് എന്നെ പേടിയാണല്ലേ? വിവാഹത്തിന് മുൻപേ തന്നെ തനിക്ക് എന്നോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയിരുന്നു. അവന്റെ ആ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അറിയാതെ അവൾ ഒരു നിമിഷം കുഴപ്പത്തിലായി. ഒട്ടൊരു നിമിഷത്തെ ആലോചനയ്ക്കൊടുവിൽ സത്യം പറയാമെന്ന് തന്നെ വേണി തീരുമാനിച്ചു. എനിക്ക് പേടിയാണ്.
അറച്ചറച്ചവൾ പറഞ്ഞു. എന്താ പേടിക്ക് കാരണം? സൗമ്യനായി അവൻ ചോദിച്ചു. എനിക്ക് വിനയേട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല. നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ട് പരസ്പരം അടുത്തറിയും മുൻപേയല്ലേ കല്യാണം നടന്നത്. ഇനിയാണെങ്കിലും എന്നെ അറിയാലോ, മനസ്സിലാക്കാലോ. അപ്പോൾ ഇഷ്ടം വരുമോ? കുസൃതിയോടെ വിനയൻ അവളെ നോക്കി. എന്റെ സമ്മതമില്ലാതെ എന്നെ തൊടുമോ? മറു ചോദ്യമായിരുന്നു അവളുടെ മറുപടി. ഇല്ല, എന്റെ അമ്മയാണ് സത്യം. വിനയനിൽ നിന്നും അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ അവൾക്ക് സമാധാനമായി. താൻ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരനല്ല അവനെന്ന് അതിനോടകം അവൾക്ക് മനസ്സിലായിരുന്നു. വേണി സാവധാനം തന്റെ കൂട്ടുകാരുടെ അനുഭവം അവനോട് പങ്കുവച്ചു. വിനയേട്ടനും പ്രവാസിയായോണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഹിമയുടെ ഭർത്താവിനെ പോലെ ആകുമോ എന്നോർത്ത്. ചില ആളുകൾ തന്റെ കൂട്ടുകാരുടെ ഭർത്താവിനെ പോലെയാണെന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആവില്ല വേണി. തന്റെ പേടി പോലെ ഒന്നും സംഭവിക്കില്ല കേട്ടോ. ബ്രോക്കർ വഴി തന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് നേരിട്ട് കാണുന്നതിന് മുൻപ് തന്നെ കെട്ടുറപ്പിച്ചത്. തന്നോടുള്ള എൻ്റെ ഇഷ്ടം കേവലം ഈ ശരീരത്തോട് മാത്രമല്ല, തൻ്റെ പൂർണ്ണ സമ്മതത്തോട് മാത്രമേ ഈ വിരൽത്തുമ്പിൽ പോലും ഞാൻ തൊടൂ. വിനയൻ്റെ ആ വാക്കുകൾ അവളുടെ മനസ്സിലെ എല്ലാ ഭയത്തെയും മാറ്റി. ആ രാത്രി ഒരേ കട്ടിലിൽ രണ്ടറ്റത്തായി അവർ കഴിഞ്ഞുകൂടി. പിന്നെയുള്ള ദിവസങ്ങളിൽ അവൾ വിനയനെ കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു. അവൻ്റെ സ്നേഹപൂർവമായ സമീപനം അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം വളരാൻ കാരണമായി. വിനയന്റെ നന്മ നിറഞ്ഞ മനസ്സും സ്നേഹവും തിരിച്ചറിയാൻ വേണിക്ക് ഒരാഴ്ചയേ വേണ്ടി വന്നുള്ളൂ. തന്റെ മനസ്സ് മാറാൻ വേണ്ടി കാത്തിരിക്കുന്ന, തന്നെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കാൻ തയ്യാറായ വിനയനോട് വേണിക്ക് കടുത്ത പ്രണയം തോന്നി. എല്ലാ അർത്ഥത്തിലും ഇരുവരും ഒന്നു ചേരുമ്പോൾ ഇങ്ങനെയും ഭാര്യമാരെ സ്നേഹിക്കുന്ന പുരുഷന്മാരുണ്ടെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. 2 മാസത്തെ അവധി തീർന്നത് ഇരുവരും അറിഞ്ഞില്ല. പരസ്പരം മത്സരിച്ച് സ്നേഹിച്ച് ജീവിതം പ്രണയം നിറഞ്ഞതാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. ഒടുവിൽ ലീവ് തീർത്ത് വിനയൻ തിരിച്ചു പോകുമ്പോൾ അവന്റെ അടുത്ത വരവിനായി കണ്ണുനീരോടെ കാത്തിരിക്കാനേ അവൾക്കായുള്ളൂ. ഉറ്റവരെ പിരിഞ്ഞിരിക്കുന്ന വേദന ഓരോ പ്രവാസികൾക്കും അവരുടെ ഇണയ്ക്കും എത്രത്തോളമാണെന്ന് വേണി തിരിച്ചറിയുകയായിരുന്നു. ഇത്രയും നല്ലൊരു മനുഷ്യനെ തനിക്ക് കിട്ടിയതിൽ അവൾ അതിയായി സന്തോഷിച്ചു. കടുത്ത വിരഹവേദനയിൽ ആശ്വാസം പകരുന്നത് പരസ്പരമുള്ള കോളുകൾ മാത്രമാണ്. വിധി ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ജീവിതങ്ങളാണ്. ഒരു വശത്ത് കൂട്ടുകാരിയായ ഹിമ ഭർത്താവിനെ ഭയന്ന് കഴിയുമ്പോൾ വേണി അവളുടെ പ്രണയത്തെയും കാത്തിരിക്കുകയാണ്. അവൾക്ക് കൂട്ടായി അവരുടെ പ്രണയത്തിന്റെ സാക്ഷാത്കാരമായ ഒരു കുഞ്ഞും വേണിയുടെ വയറ്റിൽ ജന്മം കൊണ്ടിരുന്നു. അതുകൊണ്ട് ആ കാത്തിരിപ്പിന് ഇരട്ടി മധുരമായിരുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്